സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായ എന്ന് പറഞ്ഞാൽ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പദവികൾ ഒരുപാട് വേറെയാണ്. സംസ്ഥാന തലത്തിലല്ല, ദേശീയ തലത്തിൽ. അതുകൊണ്ടാണ് ചെയർമാൻ കൂടിയായ എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ BS ബാലചന്ദ്രൻ, സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി സ്വാഗത പ്രാസംഗിക ശ്രീമതി ജയ ശ്രീകുമാർ, മുഖ്യ പ്രഭാഷകൻ വൈജ്ഞാനിക സാഹിത്യ പ്രതിഭ ഡോക്ടർ MR തമ്പാൻ. പുസ്തകം സ്വീകരിച്ചത് അത് എഴുത്തുകാരി എന്നതിൽ പറയുന്നുണ്ട്. PGയുടെ എല്ലാമായ നമ്മുടെയും പ്രിയപുത്രി ശ്രീമതി R പാർവതി ദേവി, ശ്രീ C അശോകൻ, ഗ്രന്ഥകാരൻ ഈ വേദിയിലുണ്ട്. അദ്ദേഹവും എൻ്റെ ദീർഘകാല സുഹൃത്താണ്. ശ്രീ L പരമേശ്വരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. മകളുണ്ട്, കൊച്ചുമകളുണ്ട്, മരുമകനുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർ വാസ്തവത്തിൽ വളരെ അകലെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. US, അമേരിക്ക അവരുണ്ട്. ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഒരു പുസ്തക പ്രകാശന ചടങ്ങ് എന്ന നിലയിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ചടങ്ങായിട്ട് തോന്നാം, അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയൊരു ചടങ്ങ് വേറെയില്ല എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. അത്ര പ്രാധാന്യമുണ്ട് PGയുടെ ഒരു പുസ്തകം പുതുതായി പ്രകാശനം ചെയ്യുമ്പോൾ തോന്നുന്നു. വാസ്തവത്തിൽ ഞാൻ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടല്ല നിൽക്കുന്നത്. PGയെ സംബന്ധിച്ച് പറയുമ്പോൾ PG എന്നെപ്പോലെയുള്ള ആളുകളെ, തലമുറയെ ഈ രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ഗുരുസ്ഥാനീയനാണ്, ഗുരുനാഥനാണ്. സ്കൂളിലും കോളേജിലും പഠിപ്പിച്ചോ എന്നുള്ളതല്ല ചോദ്യം. ഗുരുസ്ഥാനീയനാണ്. അദ്ദേഹം പകർന്ന് തന്ന അറിവിൽ കൂടിയാണ് നാം കുറേയേറെ മുന്നോട്ട് പോകുന്നത്. എല്ലാം പോയിന്ന് ഞാൻ പറയുന്നു. അദ്ദേഹവുമായിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ഒക്കെയുള്ള ബന്ധം വളരെ വളരെ വിലപ്പെട്ടതാണ് എന്ന കാര്യം പറയാതിരിക്കാനാവില്ല. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ വലിയൊരു കാര്യം എനിക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അദ്ദേഹവുമായിട്ട് കുഞ്ഞുനാളിലേ ഉള്ള ബന്ധമുണ്ട്. പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥിയായി ശ്രീ BS ബാലചന്ദ്രൻ പറഞ്ഞല്ലോ, അദ്ദേഹം യുവാവായിരുന്ന കാലത്ത് അനുഭവങ്ങൾ പറഞ്ഞല്ലോ. അതിനു മുമ്പേ ഉള്ള ഞങ്ങളുടെയൊക്കെ അനുഭവം വളരെ ആകാംക്ഷയോടും അതിലേറെ അത്ഭുതത്തോടും കൂടിയൊക്കെയാണ് അവരെ കാണുന്നത്. അവരെ കാണുന്നത് തന്നെ അങ്ങനെയാണ്. അവരുമായിട്ട് ഒരുമിച്ച് അടുത്ത് ഇടപഴകാൻ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒക്കെയുള്ള അവസരമെന്ന് പറഞ്ഞാൽ അസുലഭമായ അവസരം. അതൊക്കെ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കും. നിയമസഭയിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല കേട്ടോ.
അത് ഉള്ള കാര്യം. കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ശ്രീ എം ആർ തമ്പാൻ പറഞ്ഞു, അദ്ദേഹം 3 നിയമസഭകളിലുണ്ടായിരുന്നു. കേരളത്തിന് മുമ്പ് തിരുക്കൊച്ചി നിയമസഭ, അത് ചരിത്രമാണ്. അതിനു മുമ്പ് തിരുവിതാംകൂർ നിയമസഭ, അതിലില്ല. അതെന്ന് വെച്ചാൽ ഏത് കാലത്താണ്? 1888 തിരുവിതാംകൂർ അസംബ്ലി ഉണ്ടാകുന്നത്. 1888 ഒരു വലിയ ഒരു ലാൻഡ്മാർക്ക്, ഒരു വർഷമാണ്. അന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ എവിടെ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. ആ 1888 നിയമസഭയുടെ കേരള നിയമസഭയ്ക്കുള്ള ചരിത്രം, അത് ചരിത്ര പുസ്തകമാണ്, ഇവിടെ കാണും. അതിൻ്റെ ആവിർഭാവം എന്നാ പറയുന്നത്. 8 പേരേ ഉള്ളൂ തുടക്കം. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പിന്നെ തിരുക്കൊച്ചി അസംബ്ലിയായി. 956 ആയപ്പോഴോ കേരളമായി. എന്നാൽ കേരളമാകുന്നതിന് മുമ്പ് തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു സഖാവ് പി. അതും ഇവിടെയാണ് കേട്ടോ, നമ്മുടെ പഴയ നിയമസഭാ മന്ദിരത്തിൽ തന്നെയാണ് തിരുക്കൊച്ചി അസംബ്ലി. പിന്നെ കേരള നിയമസഭയായപ്പോഴും അവിടെ തന്നെ. പിൽക്കാലത്താണ് ഞങ്ങൾ ഇവിടുന്ന് പുതിയ മന്ദിരത്തിലേക്ക് മാറിയത് 98. അന്ന് ഞാൻ നിയമസഭ സ്പീക്കറായിരുന്നു. അന്ന് നിയമസഭയിൽ ഇല്ല, പക്ഷേ നിയമസഭയിൽ ഒരുമിച്ച് വേണ്ടല്ലോ, അല്ലാതെ തന്നെ അറിയാമല്ലോ. പി ജിയുടെ നിയമസഭയിലെ പ്രവർത്തനങ്ങൾ, സംഭാവനകൾ, ഇതൊക്കെ പഠിക്കാതെ ഒരു നിയമസഭാ സാമാജികന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതാണ് ശരി. എന്നാൽ അതല്ലാത്ത വേദികളിൽ പറഞ്ഞല്ലോ, ഇവിടെ പുരോഗമന ദേശാഭിമാനി സ്റ്റഡി സർക്കിളോ പുരോഗമന കലാ സാഹിത്യ സംഘമോ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ. സഖാവ് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്, PG എൻ്റെ വഴികാട്ടിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. EMSനെ ഇങ്ങനെ അപ്പുറമായിട്ട് നമുക്ക് വേറൊരാൾ കാണാൻ പറ്റില്ല. EMS പോലും പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാത്ത കാര്യങ്ങൾ പലതും ഞാൻ പഠിച്ചത് PGയിൽ നിന്നാണ്. അതാണ് വൈജ്ഞാനിക വിപ്ലവം ഇവിടെ പറഞ്ഞല്ലോ. അതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പല വേദികളിലും പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ, അതൊക്കെ അന്ന് EMS ഉണ്ട്, PG ഉണ്ട് ഉള്ള ആ സംസ്ഥാന സമിതി ഞാനിപ്പോഴും ഓർക്കുക. അന്ന് അങ്ങനെ ഉള്ള സംസ്ഥാന സമിതിയിലും അങ്ങനെയുള്ള കുറേ നേരിട്ടുള്ള ബന്ധങ്ങൾ കുറേയേറെയുണ്ട്. പിന്നെ ഇതല്ലാത്ത ചില വേദികളിൽ എനിക്ക് ഒരുമിച്ച് PGയോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 80കളിൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം, അതിൻ്റെ പ്രസിഡൻ്റായിട്ട്, ചെയർമാൻ ആയിട്ട് PG വന്നു. അതിൽ ഒരു അംഗമാകാൻ എനിക്ക് സാധിച്ചു. ഞാൻ അംഗമായിരുന്നു അന്ന്. പിന്നെ അന്ന് ആരൊക്കെ അംഗങ്ങൾ? ഒന്ന് ONV കുറുപ്പ്, മറ്റത് അടൂർ ഗോപാലകൃഷ്ണൻ, ഇങ്ങനെയുള്ള അംഗങ്ങളാണ്. അതിൻ്റെ തലപ്പത്താണ് PG. ഈ KSFDCയെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈ രൂപത്തിൽ മാറ്റിയെടുത്തത് PGയുടെ കാലത്താണ് മറ്റൊരു സ്ഥാപനമുണ്ടായത്. ഇപ്പോൾ വളരെ പഴയ കാലമല്ലല്ലോ, ഡിജിറ്റൽ വേൾഡാണ്, യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അതിന് തുടക്കം കുറിച്ചതും PGയാണ്. അതാണ് സീഡിറ്റ് എന്ന് പറയുന്ന ആ സ്ഥാപനം. ഇന്ന് ഇമേജിംഗ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ പുതിയ കുട്ടികൾക്കറിയാം. അതിനെല്ലാം കേരളത്തിൽ തുടക്കം കുറിച്ച, അങ്ങനെ അതിൻ്റെ സ്ഥാപകനാണ് PG. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, KR നാരായണൻ, ഇന്ത്യയുടെ, അന്ന് അദ്ദേഹം പ്രസിഡൻ്റായില്ല, അന്ന് അദ്ദേഹം വൈസ് പ്രസിഡൻ്റാണ്. അതിന് മുമ്പ് മന്ത്രിയായിരുന്നല്ലോ ശ്രീ KR നാരായണൻ.
അദ്ദേഹത്തെ കൊണ്ടാണ് അത് ഉദ്ഘാടനം. അന്ന് ടി കെ രാമകൃഷ്ണനായിരുന്നു സാംസ്കാരിക മന്ത്രി എന്നൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിനുള്ള ഒരു സന്ദർഭം ആയിട്ടൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പി ജിയുടെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ പി ജിയോടൊപ്പം നിഴലായി നിലാവായി, നല്ല പേരാണ് കേട്ടോ. അത് ശ്രീ പരമേശ്വരൻ തന്നെ ഇട്ടതായിരിക്കുമല്ലോ. നിഴലായിട്ടും നിലാവായിട്ടും. അവസാന നാളുകളിലാണ്. അദ്ദേഹം LIC-യിലെ പ്രമുഖനായിരുന്നു. അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ബന്ധവും വളരെ വലുതാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധവും. അവസാന നാളുകളിൽ ഒരു നിയോഗം പോലെയാണ്. അതും ഇവിടെ ശ്രീ MR തമ്പാൻ പറഞ്ഞു. ഇപ്പം നമുക്ക് സഹായികളെന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണല്ലോ, അറിയാമല്ലോ. പി ജിക്ക്, സഖാവ് പി ജിക്ക് ഒരു സഹായിയുടെ ആവശ്യം ഉണ്ടായ സമയത്ത് ആദ്യം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ കാര്യങ്ങൾ. ഒരു സഹായിയുടെ ആവശ്യമാണ് എന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഒരു നിയോഗം പോലെ, ഒരു ഉൾവിളി എന്ന് വേണമെങ്കിലും പറയാം. രാജമ്മ ടീച്ചർ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ഉൾവിളി പോലെ അദ്ദേഹം അവിടെ എത്തി, പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പി ജിയുടെ സാഹിത്യ ലോകം, സാംസ്കാരിക ലോകം ഒക്കെ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൂടി അതിൽ പങ്കാളിയായി. അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് പി ജിയെ സംബന്ധിച്ചുള്ള പി ജിയുടെ ഒരു ആത്മകഥയൊന്നും അല്ല ഇത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ആത്മകഥയല്ല. പക്ഷേ പി ജിയുടെ സംഭാവനകളെ സംബന്ധിച്ചുള്ള ഒരു നഖചിത്രം, ഒരു ലഘു വിവരണം ഇതിൽ കൂടി ലഭിക്കും. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശ്രീ പരമേശ്വരൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉണ്ട്, ഗ്രന്ഥകർത്താവ്. അതോടൊപ്പം വിലപ്പെട്ട വിഷയങ്ങൾ വേറെയുണ്ട്. കാരണം പി ജിയുടെ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ല. ഏറ്റവും വലിയ സംഭാവന വൈജ്ഞാനിക വിപ്ലവം എന്ന ഗ്രന്ഥം തന്നെയാണ്, ഒരു സാംസ്കാരിക ചരിത്രം. അത് ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതാണ് പി ജി. അത് എഴുതി തീർത്തത് ഒരു 2, 3, 4 വർഷം കൊണ്ടായിരിക്കും, എനിക്കറിയില്ല. 3 വർഷമാണ് അദ്ദേഹം പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞു, ആയിരിക്കും. പക്ഷേ ആ 3 വർഷമല്ല അത് ഉൾക്കൊള്ളുന്നത് ഒരു കാലഘട്ടമാണ്, അല്ലേ? ഒരു ജീവിതകാലം അല്ലെങ്കിൽ ഒരു ചരിത്രകാലം എല്ലാം സ്വാംശീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അടിസ്ഥാനപരമായി തന്നെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. അത് നമുക്ക് ഒരുപാട്, അതിൽ നിന്ന് നമുക്ക് അതിനെ വിപുലീകരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കടക്കാം സാധിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ അത് തന്നെ പറയണമെങ്കിൽ ഒരു ദിവസം പോരാ. അതിൻ്റെയും ഗ്ലിംസസ് ഇതിൽ ഉണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഒന്നുമല്ല, അതെന്താണെന്നുള്ളത് ഇത് വായിച്ചാൽ മനസ്സിലാവും. മറ്റൊരു കാര്യം, പി ജിയെ സംബന്ധിച്ച് അറിഞ്ഞതും അറിയാത്തതും പി ജിയുടെ ജീവിതം തന്നെ ഇവിടെ പറഞ്ഞല്ലോ. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാത്രമല്ല,
അദ്ദേഹത്തിന് പിൽക്കാലത്തുണ്ടായ ശാരീരികമായ പ്രശ്നങ്ങളും ഒക്കെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. നമുക്ക് അറിയാത്തതായിട്ട് അതൊക്കെ മറികടന്നുകൊണ്ടാണ്. കാരണം പുസ്തകത്തോട്, വിജ്ഞാനത്തോടുള്ള അതിൻ്റെ ഒരു പുസ്തകം, അത് സംബന്ധിച്ച ഒരു പുസ്തകം മകൻ തന്നെ ശ്രീ MG രാധാകൃഷ്ണൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതാണ് അത്യാർത്ഥി എന്നല്ലേ ആ വാക്ക്, അത്യാർത്ഥിയായ വായനക്കാരൻ. അത്യാർത്ഥി, ആർത്തിയല്ല, അത്യാർത്ഥി. വായന എന്ന് പറഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞാൽ പിന്നെ PGക്ക് പരിസരബോധമില്ല കേട്ടോ. ഞാനൊരു തമാശ പറയുന്ന ആളല്ല, അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വായന എന്ന് പുസ്തകം എന്ന് പറഞ്ഞാൽ PGക്ക് പരിസരബോധമില്ല. അങ്ങനെ ഒരു വ്യക്തിയെ കാണിക്കാൻ, ഇപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടർ MR തമ്പാൻ. അങ്ങനെ ഒരു വ്യക്തിയെ കാണിക്കാൻ പറ്റും. ഏറ്റവും നിങ്ങൾ കേട്ടാൽ അതിശയപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം കുടുംബസമേതം എറണാകുളത്ത് പോയിട്ട്, കുടുംബസമേതം എന്ന് പറഞ്ഞാൽ പാർവതിയില്ല, ഭാര്യയുണ്ട്, ടീച്ചറുണ്ട്, ടീച്ചറുമായിട്ട് പോവുകയാണ്, പോയിട്ട് വരികയാണ് അല്ലേ, പോയിട്ട് വരും എന്നുള്ളതാണല്ലോ. പോയി അദ്ദേഹം ഒരു പുസ്തകശാല കണ്ടു, അവിടെ കയറി പുസ്തകം കയ്യിൽ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പരിസരബോധമില്ല. പരിസരബോധമില്ലെന്ന് പറഞ്ഞാൽ ഭാര്യയെ മറന്നു. ഇത് ടീച്ചർ പറഞ്ഞ കാര്യമാണ്. ടീച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞ ഭാര്യയെ മറന്നു, അവരുമായിട്ട് പോയ കാര്യം മറന്നു, പിന്നെ അവരെ കാണാനില്ല. എങ്ങനെയുണ്ട്? ഇതാണ് സാക്ഷാൽ PG. ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം, എൻ്റെ കാര്യമാണ്, ഞാൻ പറഞ്ഞതാണ്. മറ്റു കാര്യങ്ങൾ MG രാധാകൃഷ്ണൻ്റെ ആ പുസ്തകത്തിൻ്റെ നഖചിത്രവും ഇതിൽ ഉണ്ട്. പിന്നെ PG ആത്മകഥ എഴുതിയിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. ആത്മകഥ ഇല്ല, ആത്മകഥ എഴുതിയിട്ടില്ല. പക്ഷേ ഇനിയും പ്രകാശിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും വെളിച്ചം കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട്, വിലപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് ശ്രീമതി പാർവതി ദേവിയുമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പങ്കിട്ടത്. അതിൻ്റെ ഒരു വലിയ ദൗത്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, PGയുടെ പ്രിയപുത്രി തന്നെയാണ്. അതൊരു വലിയ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒക്കെ അതൊക്കെ എടുക്കാൻ എളുപ്പമാണ് നിയമസഭയിൽ നിന്ന്. പക്ഷേ നിയമസഭയ്ക്ക് പുറത്ത് നടത്തിയ പ്രസംഗങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. പ്രഭാഷണങ്ങൾ വിലപ്പെട്ടതാണത്. എങ്ങനെ കിട്ടും? എവിടെ നിന്ന് കിട്ടും? അതൊക്കെ കിട്ടണം, എടുക്കണം. PG ഒരു വലിയ ഗവേഷണ വിഷയമാണ്. റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ് PGയുടെ സംഭാവനകളെ സംബന്ധിച്ച്. അപ്പോൾ ആ ദൗത്യമെല്ലാം ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ PG ഇപ്പോൾ ആത്മകഥ എഴുതിയിട്ടില്ലെങ്കിലും PGയുടെ ആത്മകഥയുടെ സ്വഭാവത്തിലുള്ള ഒരു പുസ്തകവും, അതാണ് ഒരേ ഒരു PG, അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഈ പുസ്തകം വായിച്ചാൽ മതി. അറിയേണ്ട കാര്യങ്ങൾ എല്ലാമല്ല ഞാൻ പറയുന്നത്, അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഇതിന് തയ്യാറായിട്ടുള്ള ഗ്രന്ഥകർത്താവിനെ ശ്രീ L പരമേശ്വരനെ ആദ്യമായി ആത്മാർത്ഥതയോടുകൂടി ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അദ്ദേഹം ഏറ്റെടുത്ത കടമ വളരെ വിലപ്പെട്ടതാണ്, എക്കാലവും ഓർമ്മിക്കപ്പെടും എന്ന് കൂടി പറയട്ടെ. ഇതിൻ്റെ പ്രസാധകരായിട്ട് നമുക്ക് ലഭിച്ചത് സദ്ഭാവന ട്രസ്റ്റാണ്. അതും അർത്ഥവത്താണ്. സദ്ഭാവനയാണ്, സദ്ഭാവന ട്രസ്റ്റാണ്. അവരുടെ സാംസ്കാരിക രംഗത്തെ വിലപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ സാരഥി കൂടിയാണ് ശ്രീ BS ബാലചന്ദ്രൻ. അവരെയും എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ദീർഘിച്ചു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.